നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂനിയർ സയന്റിഫിക് ഓഫീസർ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിലബസിലെ മോളിക്കുലർ ബയോളജി മൊഡ്യൂളിലെ ഓപ്രോൺ കൺസെപ്റ്റിലെ ലാക് ഓപ്രോൺ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലാക് ഓപ്രോൺ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. മോളിക്കുലാർ ബയോളജിയിലെ ആ ടോപ്പിക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിലെ സുപ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഓപ്രോൺ. അതിൽ തന്നെ ആദ്യത്തെ ഓപ്രോൺ ആണ്, നമ്മൾ എപ്പോഴും ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു ഓപ്രോൺ ആണ് ലാക് ഓപ്രോൺ. അപ്പോൾ അത് നമുക്കൊരു കുറച്ചുകൂടെ ഒരു ഡീപ്പായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ഒരു ഓപ്രോൺ? ഓപ്രോൺ കൺസെപ്റ്റ് പറയുമ്പോൾ എന്താണ് ഓപ്രോൺ? ഇത് ഏത് തരത്തിലുള്ള ജീവികളിലാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം, മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉള്ളതനുസരിച്ച് ജീവിവർഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രോക്യാരിയോട്ട്, അല്ലെ? ഒന്ന് പ്രോക്യാരിയോട്ട്. സെക്കൻഡ് വൺ ഈസ് യൂക്യാരിയോട്ട്. ഇതിൽ പ്രോക്യാരിയോട്ടിന്റെ പ്രത്യേകത എന്താണ്? ഇവർക്ക് സ്ഥലം കുറവാണ്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഇവർക്ക് സ്ഥലം കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിലധികം ജീനുകൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന, ഉദാഹരണം നമ്മൾ ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കുന്ന, അല്ലെ? ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കാൻ വേണ്ട എൻസൈമുകളെ കോഡ് ചെയ്യുന്ന എല്ലാ ജീനുകളും, അല്ലെങ്കിൽ ഇപ്പൊ ലാക് ഓപ്രോണിന്റെ കേസിലാണെങ്കിൽ ലാക്ടോസിനെ മുറിച്ച്, അല്ലെ ലാക്ടോസിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള എൻസൈമുകളെ കോഡ് ചെയ്യുന്ന എല്ലാ ജീനുകളും, അങ്ങനെ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെ, എല്ലാ എൻസൈമുകളെയും കോഡ് ചെയ്യുന്ന ജീനുകളെ ഒരൊറ്റ പ്രൊമോട്ടർ ആണ് കൺട്രോൾ ചെയ്യുക. ഇവിടെ നോക്കാം, നമ്മളുടെ ഒരു ജീൻ സെഗ്മെന്റ് ആണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇസഡ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഒരു ജീൻ, വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ ജീൻ, എ എന്ന് പറയുന്ന മൂന്നാമത്തെ ജീൻ. ഈ മൂന്ന് ജീനുകൾ ഇസ് അണ്ടർ കൺട്രോൾ ഓഫ് എ സിംഗിൾ പ്രൊമോട്ടർ. അപ്പോൾ ഒരൊറ്റ പ്രൊമോട്ടർ ഒന്നിലധികം ജീനിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഓപ്പറോൺ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഇതിൽ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ലാക് ഓപ്രോൺ. അപ്പൊ എന്താണ് ഓപ്രോൺ എന്ന് ആദ്യം മനസ്സിലാക്കുക. മൾട്ടിപ്പിൾ ജീൻ, അല്ലെ, മോർ ദാൻ വൺ ജീൻ, അല്ലെ, അണ്ടർ കൺട്രോൾ ഓഫ് എ സിംഗിൾ പ്രൊമോട്ടർ. എക്സാമ്പിൾ ട്രിപ്പ് ഓപ്രോൺ ആവാം, ലാക് ഓപ്രോൺ ആവാം, അരാബിനോസ് ഓപ്രോൺ ആവാം. ഇതെല്ലാം തന്നെ ഓപ്രോണിന്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ലാക് ഓപ്രോണിലേക്ക് കിടക്കാം. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ഓപ്രോണിന്റെ ഒരു സ്ട്രക്ചർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രൊമോട്ടർ, അല്ലെ, അത് കഴിഞ്ഞിട്ട് എ ബി സി. ഞാൻ തൊട്ടു മുമ്പ് കാണിച്ചത് ഇസഡ് വൈ എ എന്ന് തുടങ്ങി മൂന്ന് ജീനുകളാണ്. ലാക് ഓപ്രോണിൽ കാണുന്നത് പോലെ ഇവിടെ കാണുന്നത് എ ബി സി, ജസ്റ്റ് റെപ്രസെന്റേഷൻ ആണ്, അല്ലെ? അപ്പൊ പ്രൊമോട്ടറിനും സ്ട്രക്ചറൽ ജീൻസ്, നമ്മൾ ഈ എ ബി സി ഇനി എന്ത് വിളിക്കും? സ്ട്രക്ചറൽ ജീനുകൾ എന്ന് വിളിക്കും. അപ്പൊ ഈ സ്ട്രക്ചറൽ ജീനുകൾക്കും പ്രൊമോട്ടറുകൾക്കും ഇടയ്ക്ക് വരുന്ന ഈ ഒരു എലമെന്റ് ആണ് ഓ, അല്ലെ? ഓ മീൻസ് ഓപ്പറേറ്റർ. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അതിനു മുമ്പ് നമുക്കൊരു റെഗുലേറ്ററിനെ കാണാം. അപ്പൊ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ഓപ്പറോൺ എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് എം ആർ എൻ എ ഉണ്ടാവും. എ ബി സി എന്ന് പറയുന്നതിൽ നിന്ന് എം ആർ എൻ എ ഉണ്ടാവും. അത് ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ആയിട്ട് മാറും, അല്ലെ? വളരെ സിമ്പിൾ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾക്കാരുടെ പേരാണ് നമ്മൾ പി എസ് സിക്ക് പഠിക്കുമ്പോൾ എപ്പോഴും ഹൂ കോയിൻഡ് ദാറ്റ് ടേം, അല്ലെ? അല്ലെങ്കിൽ എന്താണ്, ആരാണ് ഡിസ്കവർ ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ആ ടേം കൊണ്ടുവന്നത്, ഇതും കൂടെ ചേർത്ത് പഠിക്കണം. ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആൾക്കാരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് ജേക്കോബും അതുപോലെ തന്നെ ജാക്യൂസ് മൊണാർഡും. ഈ രണ്ടുപേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ കൺസെപ്റ്റുകളുടെ പിന്നിലുള്ള ആളുകളെയും കൂടെ നമ്മുടെ പി എസ് സി ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ലാക് ഓപ്രോണിലേക്ക് കിടക്കുമ്പോൾ ഇത് പ്രോക്യാരിയോട്ടിലാണ്. ഓപ്രോൺ കൺസെപ്റ്റ് കാണുന്നത് പ്രോക്യാരിയോട്ടിലാണ്. യൂക്യാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം, ഫോർ എക്സാമ്പിൾ നമ്മുടെ കേസിൽ നമുക്ക് ഓപ്രോണിന്റെ ആവശ്യമില്ല, നമുക്ക് അത്രയും സ്പേസ് ഉണ്ട്. അപ്പൊ ഒരു പ്രൊമോട്ടർ, ഒരു ജീൻ, ആ ഒരു കൺസെപ്റ്റിലാണ് യൂക്യാരിയോട്ടിന്റെ കേസ് പോകുന്നത്. ഈ കോളി പോലെയുള്ള, അല്ലെ, എസ്കേർഷ്യ കോളി എന്നറിയപ്പെടുന്ന, അല്ലെ, അത്തരത്തിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ അകത്താണ്, അല്ലെങ്കിൽ അവരുടെ കേസിലാണ് ഈ ഓപ്രോണുകൾ കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ലാക്ടോസിന്റെ മെറ്റബോളിസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓപ്രോൺ ആണ്, ലാക്ടോസ് മെറ്റബോളിസം.
അതായത് ലാക്ടോസിനെ ഈ ബാക്ടീരിയക്ക് ഉപയോഗിക്കണം. അപ്പൊ അതിന് ലാക്ടോസിനെ മുറിക്കണം അല്ലെ, ആ ലാക്ടോസിനെ മുറിക്കാൻ കുറച്ച് എൻസൈമുകൾ വേണം. ആ എൻസൈമുകളെ കോഡ് ചെയ്യുന്ന ഒരു DNA സെഗ്മെന്റ് അതെങ്ങനെ ആക്റ്റീവ് ആകുന്നു, അതെങ്ങനെ ഓഫ് ആകുന്നു അല്ലെ, ഈ പ്രവർത്തനമാണ് ലാക്ടോപ്രോണിൽ നടക്കുന്നത്. ഓക്കെ, ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു ബാക്ടീരിയ എടുക്കുന്നു, ഒരു പെട്രി പ്ലേറ്റിൽ ബാക്ടീരിയ വളർത്തുന്നു. നമുക്കൊരു പ്ലേറ്റ് വരയ്ക്കാം. ഇതിനകത്ത് കുറച്ച് ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഗ്ലൂക്കോസ് എടുക്കുന്നു, കഴിക്കുന്നു, അവരുടെ ലൈഫ് ആക്ടിവിറ്റി ചെയ്യുന്നു അല്ലെ. ഇനി സപ്പോസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പ്രൈമറി ഫ്യൂവൽ ഇവർക്ക് അവൈലബിൾ അല്ലെങ്കിലോ, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പ്രൈമറി ഫ്യൂവൽ അവൈലബിൾ അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ അതർ സോഴ്സസ് അല്ലെ, അതർ ന്യൂട്രിയൻ സോഴ്സസ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ലാക്ടോസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവരുടെ ഈ പറയുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഗ്ലൂക്കോസ് ഇല്ല അല്ലെ. അപ്പൊ ഇവർക്ക് ലാക്ടോസ് ഉള്ള അവസ്ഥ. അപ്പൊ ലാക്ടോസ് എന്ന് പറയുന്നത് രണ്ട് ആൾക്കാർ ചേർന്ന ഒരു ഡൈസാക്രൈഡ് ആണ്. ഡൈസാക്രൈഡ്, രണ്ട്, ഡൈ മീൻസ് ടു അല്ലെ, രണ്ട് മോണോസാക്രൈഡുകൾ, ഒന്ന് ഗാലക്ടോസ്, രണ്ട് ഗ്ലൂക്കോസ്. ഈ രണ്ട് മോണോസാക്രൈഡുകൾ രണ്ട് പേര് ചേർന്നതാണ് ലാക്ടോസ്. ഇതാണ് ലാക്ടോസിന്റെ സ്ട്രക്ചർ. ഗാലക്ടോസും ഗ്ലൂക്കോസും ചേർന്ന് അല്ലെ, ഇവർ തമ്മിലൊരു β14 ഗ്ലൈക്കോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ബയോ കെമിസ്ട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ബയോ കെമിസ്ട്രിയിൽ നമ്മൾ ഈ സ്ട്രക്ചർ പഠിക്കും, അവിടുന്നും ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഗാലക്ടോസും ഗ്ലൂക്കോസും ചേർന്ന് എന്തുണ്ടായി? ലാക്ടോസ് ഉണ്ടായി. ഇനി ഈ ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്താൽ എന്തൊക്കെ കിട്ടും? ഗാലക്ടോസും കിട്ടും, ഗ്ലൂക്കോസും കിട്ടും. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ലാക്ടോസിനെ മുറിച്ച് ഗ്ലൂക്കോസിനെ എടുത്ത് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യും. ദിസ് ഇസ് ദ സമ്മറി ഓഫ് ലാക്ടോപ്രോൺ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ ലാക്ടോസിനെ നമുക്ക് മുറിച്ച് ഗ്ലൂക്കോസ് ആക്കണം. ഈ പ്രവർത്തനമാണ് ബാക്ടീരിയ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് ഇല്ലാത്ത അവസ്ഥയിലാണല്ലോ ലാക്ടോസ് ഉപയോഗിക്കുക. കാരണം ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസ് യൂസ് ചെയ്യാം. ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം? ബാക്ടീരിയയുടെ ആ മീഡിയത്തിൽ നിന്ന് ഇവർ ലാക്ടോസിനെ എടുത്ത് ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലെ, ബാക്ടീരിയയുടെ കോശത്തിനകത്തേക്ക് കയറ്റണം. അതിനുശേഷം ഈ ജീൻ ആക്റ്റീവ് ആകണം, ഈ മുറിക്കാനുള്ള എൻസൈമുകൾ, രാസാഗ്നികളെയൊക്കെ ഉണ്ടാക്കണം. ഇത്രയും പ്രവർത്തനങ്ങൾ നടക്കണം. അപ്പൊ ബാക്ടീരിയയുടെ സെല്ലിനകത്തേക്ക് ലാക്ടോസ് കയറുന്നു, ഈ ലാക്ടോസിനെ മുറിക്കുന്നു അല്ലെ. ആ മുറിക്കുന്ന എൻസൈമിന്റെ പേരാണ് β-ഗാലക്ടോസിഡേസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്നാമത്തെ എൻസൈം, ലാക്ടോപ്രോണിലെ ഒന്നാമത്തെ എൻസൈം ആണ് എന്ത്? β-ഗാലക്ടോസിഡേസ്. ഈ എൻസൈം ആണ് ലാക്ടോസിനെ മുറിച്ച് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന ലാക്ടോസിനെ അല്ലോ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആക്കി കൂടെ മാറ്റുന്നുണ്ട് സെയിം എൻസൈം. അപ്പൊ രണ്ട് ധർമ്മങ്ങൾ, രണ്ട് ഫങ്ഷൻസ് ആണ് നമ്മുടെ β-ഗാലക്ടോസിഡേസിനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുക. സെക്കൻഡ് വൺ, ലാക്ടോസിനെ ഒന്ന് കൺവെർട്ട് ചെയ്ത് അല്ലോ ലാക്ടോസ് ആക്കി മാറ്റുക. അതെന്തിനാന്ന് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ആളെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാക്ടോപ്രോണിലെ 3 സ്ട്രക്ചറൽ ജീനുകൾ ഉണ്ട്. ഒന്നാമത്തെ ആള് β-ഗാലക്ടോസിഡേസ്, 2 ഫങ്ഷൻസ് ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ ആളാണ് പെർമിയേസ്, ലാക് പെർമിയേസ്. ഓക്കെ, ഈ വരച്ചിരിക്കുന്നത് ബാക്ടീരിയയുടെ ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ ആ ബാക്ടീരിയയുടെ ഒരു സെല്ല്, ആ സെല്ലിനകത്തേക്ക് ഇതാ ലാക്ടോസിനെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ബാക്ടീരിയ ആയിക്കോട്ടെ, യൂക്യാരിയോട്ട് ആയിക്കോട്ടെ, അവരുടെ ഈ പറയുന്ന കോശത്തിന്റെ ഭിത്തി, സെൽ വോളോ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനോ, ഇതൊന്നും എല്ലാ സാധനങ്ങളെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഇപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ. അപ്പൊ അങ്ങനെ സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ പാസ് ചെയ്ത് ലാക്ടോസിന് വെറുതെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ലാക്ടോസിന് ഉള്ളിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു ചാനൽ വേണം, ഒരു പ്രോട്ടീൻ വേണം. ആ പ്രോട്ടീൻ ആണ് ലാക് പെർമിയേസ്. ദാറ്റ് ഈസ് സെക്കൻഡ് ജീൻ, സെക്കൻഡ് സ്ട്രക്ചറൽ ജീൻ പ്രസന്റ് ഇൻ ലാക്ടോപ്രോൺ ഈസ് ലാക് പെർമിയേസ്. എന്താ ചെയ്യുന്നത്? മീഡിയത്തിൽ നിന്ന് ഈ ലാക്ടോസിനെ എടുത്തു കൊണ്ടുവന്ന് അകത്തോട്ട് കൊണ്ടുവരും. അതാണ് ആര് ചെയ്യുന്നത്? രണ്ടാമത്തെ എൻസൈം ആയിട്ടുള്ള ലാക് പെർമിയേസ് ചെയ്യുന്നത്. അകത്തെത്തി കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആള് β-ഗാലക്ടോസിഡേസ് എന്ത് ചെയ്യും? ഈ ലാക്ടോസിനെ മുറിക്കുന്നു, എന്നിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസിനെ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു?
യൂസ് ചെയ്യുന്നു. ഇതാണ് ഒരു സമ്മറി ആയിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് തേർഡ് എൻസൈം? 3 ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഒന്നാമത്തെ ആള് ഇസഡ് ആണ്, അതായത് ബീറ്റാ ഗാലക്ടോസിഡേസ്. രണ്ടാമത്തെ ആള് വൈ ആണ്, അതേതാണ് ലാക് പെർമിയേസ്. എ ആണ് മൂന്നാമത്തേത്, ദാറ്റ് ഈസ് ട്രാൻസ് അസറ്റൈലേസ്. അതിന്റെ പ്രത്യേകിച്ചൊരു ധർമ്മമൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് നമ്മൾ കോമൺ ആയിട്ട് പറയുക ഡീടോക്സിഫിക്കേഷൻ, അങ്ങനെ ഓർത്താൽ മതി. അത് കൃത്യമായിട്ട് ഒരു ധർമ്മം അതിന് അസൈൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ട്രാൻസ് അസറ്റൈലേസ് ആണ് മൂന്നാമത്തെ ആള്, ഡീടോക്സിഫിക്കേഷൻ ആണ് ധർമ്മം എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ 2 പേരാണ് വളരെ പ്രധാനപ്പെട്ടത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. സ്ട്രക്ചറൽ ജീൻസ് 3 എണ്ണം, അതിന് മുമ്പ് ഒരു പ്രൊമോട്ടർ. ഈ പ്രൊമോട്ടർ 3 പേരെ കൺട്രോൾ ചെയ്യുന്നു. പ്രൊമോട്ടറിനും സ്ട്രക്ചറൽ ജീൻസിനും നടുക്കാരുണ്ട്, ഒരു ഓപ്പറേറ്റർ ഉണ്ട് അല്ലേ. പിന്നെയോ ഇതിനൊക്കെ മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഒരു റെഗുലേറ്ററി ജീൻ ഉണ്ട്. ഇത്രയും നമ്മൾ സ്ട്രക്ചർ പറഞ്ഞു. ഇനി ഇവരൊക്കെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് ലാക്കോപ്രോൺ ഓൺ ആകുന്നത്, ഓഫ് ആകുന്നത്? ഇതാണ് നമ്മൾ അടുത്തതിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഗുലേഷൻ ഓഫ് ഓപ്രോൺ, ലാക്കോപ്രോൺ. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് വൺ ലാക്ടോസ് ഉള്ള അവസ്ഥ. ഇവിടെ കാണിച്ചിരിക്കുന്നത് an opron is a group of structural genes plus sequence that control transcription. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റെഗുലേറ്ററെ കാണാം, ആ റെഗുലേറ്ററിന്റെ പ്രൊമോട്ടറെയും കാണാം. ഇവിടെ എന്താ സംഭവിക്കുക? എ സെപ്പറേറ്റ് റെഗുലേറ്റർ ജീൻ വിത്ത് ഇറ്റ്സ് ഓൺ പ്രൊമോട്ടർ എൻകോഡ് റെഗുലേറ്ററി പ്രോട്ടീൻ. ഒരു കൃത്യമായ റെഗുലേറ്റർ ഉണ്ട്, അവിടുന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്നൊരു റെഗുലേറ്ററി പ്രോട്ടീൻ, ട്രാൻസ്ക്രിപ്ഷൻ നടന്ന mRNA അവിടുന്ന് ട്രാൻസ്ലേഷൻ നടന്നൊരു റെഗുലേറ്റർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഈ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? കണ്ടോ, ദാറ്റ് മേ ബൈൻഡ്സ് ടു ഓപ്പറേറ്റർ. അത് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്തിരിക്കും. ഈ കണ്ടീഷനാണ് നോ ലാക്ടോസ്. ലാക്ടോസ് ഇല്ല, മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലാത്ത അവസ്ഥ. അപ്പൊ എന്താ സംഭവിക്കുക? റെഗുലേറ്ററിൽ നിന്ന് mRNA ഉണ്ടാവുന്നു, പ്രോട്ടീൻ ഉണ്ടാവുന്നു. ആ പ്രോട്ടീന്റെ പേര് റിപ്രസർ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും? സ്ട്രക്ചറൽ ജീന്റെയും പ്രൊമോട്ടറിന്റെയും നടുക്ക് ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിരിക്കും. കണ്ടോ, ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇതാണ് റെഗുലേഷൻ. അപ്പൊ എന്താ സംഭവിക്കുക? ഓപ്പറേറ്ററിൽ ആളിങ്ങനെ നിൽക്കുകയാണ്, പോളിമറൈസ് ഇവിടെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ മുമ്പോട്ട് പോവാൻ പറ്റില്ല അല്ലെ, മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ എന്താ സംഭവിക്കുക? നോ പ്രൊഡക്റ്റ്. ഇവിടെ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം, ഫിഗർ വരുന്നുണ്ട്, ഓരോ കണ്ടീഷൻസിന്റെയും ഫിഗർ വരുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് സ്ട്രക്ചർ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതൊരു ഇൻഡ്യൂസിബിൾ ഓപ്രോൺ ആണ്. എന്താണ് ഈ നെഗറ്റീവ് ഇൻഡ്യൂസിബിൾ ഓപ്രോൺ എന്ന് പറഞ്ഞാൽ? ഇൻഡ്യൂസിബിൾ ഓപ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ലാക്ടോസ് പ്രസന്റ് ആണെങ്കിൽ, ഇപ്പൊ ട്രിപ്റ്റോഫാൻ ഓപ്രോൺ നമ്മൾ പറയും റിപ്രസിബിൾ ഓപ്രോൺ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുക. ലാക്ടോസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ലാക്ടോസ് ഉണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മതി. അപ്പൊ ലാക്ടോസ് ഉണ്ടെങ്കിൽ ഈ ഓപ്രോൺ ഇവിടെ വർക്ക് ആവും. ദാറ്റ് ഈസ് ഇൻഡ്യൂസിബിൾ ഓപ്രോൺ അല്ലെ. ലാക്ടോസ് ആണ് ഇവിടെ ഇൻഡ്യൂസർ മോളിക്യൂൾ, അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ്. അപ്പൊ ലാക്ടോസ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് ഇൻഡ്യൂസിബിൾ ഓപ്രോൺ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, നോക്കിക്കേ, നോ ഇൻഡ്യൂസർ പ്രസന്റ്, ലാക്ടോസ് ഇല്ല എന്നർത്ഥം. ലാക്ടോസ് ഈസ് ആബ്സെന്റ്, ലാക്ടോസ് ഈസ് ആബ്സെന്റ്. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി, റിപ്രസർ ഉണ്ടാവും. റിപ്രസർ പോയിട്ട് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും. കണ്ടോ? ഓക്കെ, അപ്പൊ റിപ്രസർ പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും? ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും. ഇപ്പൊ ഓപ്പറേറ്ററിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ റിപ്രസർ പ്രോട്ടീൻ. നോർമലി ട്രാൻസ്ക്രിപ്ഷനിൽ പോളിമറൈസ്, RNA പോളിമറൈസ് എവിടെയാ ബൈൻഡ് ചെയ്യുക? പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യും അല്ലെ. പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യാനും മുമ്പോട്ട് പോയിട്ട് ഈ ZYA ജീനിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാനും സാധിക്കില്ല. കാരണം എന്താ? നടുക്ക് ഓപ്പറേറ്ററിൽ നമ്മുടെ റിപ്രസർ ഇരിക്കുകയാണ്. അതുകൊണ്ട് മുമ്പോട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടത്തി പോവാനായിട്ട് ഇവിടെ സാധിക്കില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ നോ ഇൻഡ്യൂസർ പ്രസന്റ്, ദാറ്റ് മീൻസ് നോ ലാക്ടോസ് പ്രസന്റ്. ഇൻഡ്യൂസർ മോളിക്യൂൾ ഈസ് ലാക്ടോസ് ഓർ അല്ലോ ലാക്ടോസ് അല്ലെ. നമ്മൾ കുറച്ച് ലോവർ ക്ലാസ്സിലെ ലാക്ടോസ് എന്ന് പഠിക്കും. പക്ഷെ ആക്ച്വലി ഇവിടെ അല്ലോ ലാക്ടോസ് ആണ്. ലാക്ടോസിനെ അല്ലോ ലാക്ടോസ് ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് അല്ലോ ലാക്ടോസ് ആണ് ആക്ച്വൽ ഇൻഡ്യൂസർ മോളിക്യൂൾ. ഇവിടെ ലാക്ടോസ് ഇല്ല, അല്ലെങ്കിൽ ആരില്ല? അല്ലോ ലാക്ടോസ് ആബ്സെന്റ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഈ റെഗുലേറ്റർ ജീൻ കണ്ടോ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു, റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവുന്നു. ഇറ്റ് വിൽ ബൈൻഡ് ഓൺ ടു ഓപ്പറേറ്റർ.
പ്രൊമോട്ടർ കഴിഞ്ഞുള്ള സ്ട്രക്ചറൽ ജീനിന് മുമ്പുള്ള അല്ലെ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും. സോ ഇവിടെ പോളിമറൈസിന് ബൈൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം നടുക്കൊരു തടസ്സമായിട്ട് ആര് നിൽക്കുന്നു? ഈ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പോളിമറൈസിന് മുമ്പോട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് പോകാനോ ബൈൻഡ് ചെയ്യാനോ സാധിക്കുന്നില്ല. സോ നോ ട്രാൻസ്ക്രിപ്ഷൻ, നോ ബീറ്റ ഗാലക്ടോസിഡേസ്, നോ ലാക് പെർമിയേസ് ആൻഡ് നോ ട്രാൻസസറ്റൈലേസ്. 3 പേരും ഇവിടെ നിർമ്മിക്കപ്പെടുന്നില്ല. ഇതാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ മോളിക്യൂൾ, അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്, അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ്. ഇൻ പ്രസൻസ് ഓഫ് ലാക്ടോസ് കണ്ടീഷൻ എന്താണ്? ലാക്ടോസ് പ്രസന്റ് ആണ്. ലാക്ടോസിനെ ബാക്ടീരിയക്ക് ഉപയോഗിക്കണം, യൂസ് ചെയ്യണം, എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യണം. ലാക്ടോസിനെ മുറിച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റി ഗ്ലൂക്കോസിനെ ഉപയോഗിക്കണം. ഇതാണ് കണ്ടീഷൻ. ഇൻഡ്യൂസർ പ്രസന്റ്, ദാറ്റ് മീൻസ് ലാക്ടോസ് ഈസ് പ്രസന്റ്. അങ്ങനെയാവുമ്പോഴോ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് റിപ്രസർ നടക്കും, അതിന് മാറ്റമൊന്നുമില്ല. പ്രോട്ടീൻ ഉണ്ടാവും, അതിനും മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ കണ്ടോ, ഇൻഡ്യൂസർ മോളിക്യൂൾ വിൽ ബൈൻഡ് ഓൺ ടു ദാറ്റ് റിപ്രസർ. ഇവിടെ ഉണ്ടായ ഈ പ്രോട്ടീനിലോട്ട് പോയിട്ട് നമ്മുടെ ഇൻഡ്യൂസർ ആരാണ്? ലാക്ടോസ് അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ് ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ ദേ കാൺ ബൈൻഡ് ടു ഓപ്പറേറ്റർ. റിപ്രസറിലോട്ട് ഇൻഡ്യൂസർ ബൈൻഡ് ചെയ്താൽ റിപ്രസർ പ്രോട്ടീനിലോട്ട് നമ്മളുടെ ലാക്ടോസോ അല്ലോ ലാക്ടോസോ, കറക്റ്റ് ആയിട്ട് അല്ലോ ലാക്ടോസ് ആണ്, അല്ലോ ലാക്ടോസ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ കനോട്ട് ബൈൻഡ് ടു ഓപ്പറേറ്റർ. ഓപ്പറേറ്ററിലേക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓപ്പറേറ്ററിലേക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ പോളിമറൈസിന് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യാം ആൻഡ് ക്യാരി ഓൺ ദെയർ ട്രാൻസ്ക്രിപ്ഷൻ, അല്ലെ? ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ഇസഡ്, വൈ ആൻഡ് എ. അപ്പൊ ഇസഡ് ഉണ്ടാവും, വൈ ഉണ്ടാവും, എ ഉണ്ടാവും. അതായത് നമ്മുടെ ലാക്ടോപ്രോൺ പ്രവർത്തിക്കാൻ ആവശ്യമായ, അല്ലെങ്കിൽ ലാക്ടോസിന്റെ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഉണ്ടാവും, ലാക് പെർമിയേസ് ഉണ്ടാവും, ട്രാൻസസറ്റൈലേസും ഉണ്ടാവും. ഇതാണ് കണ്ടീഷൻ. ലാക്കോപ്രോണിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു ജനറൽ ഫിഗർ ആണ് കാണിച്ചത്. ഇവിടെ കൃത്യമായിട്ട് ലാക് ഐ എന്ന് പറയുന്ന ആ റിപ്രസർ റീജിയൻ, റിപ്രസർ പ്രോട്ടീൻ കണ്ടോ. ഇൻ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്, ലാക്ടോസ് ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക? റിപ്രസർ ബൈൻഡ് ഓൺ ടു ഓപ്പറേറ്റർ, അല്ലെ? ഇവിടെ RNA പോളിമറൈസിന് ബൈൻഡ് ചെയ്യാനോ ട്രാൻസ്ക്രൈബ് ചെയ്യാനോ സാധിക്കില്ല. നോ ട്രാൻസ്ക്രിപ്ഷൻ, നോ ബീറ്റ ഗാലക്ടോസിഡേസ്, നോ പെർമിയേസ്, നോ ട്രാൻസസറ്റൈലേസ്, അല്ലെ? അപ്പൊ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. നോട്ട് ഇവിടെ ഉണ്ട് കണ്ടോ. ഇൻ ലാക്കോപ്രോൺ ഇൻ പ്രസൻസ് ഓഫ് ലാക്ടോസ് എന്താ സംഭവിക്കുക? ലാക്ടോസ് ഉണ്ട്, ലാക്ടോസ് ഉള്ളിലേക്ക് കയറും. ആര് കയറ്റും? പെർമിയേസ് കയറ്റും. കണ്ടോ, ഈ ലാക്ടോസിനെ കണ്ടോ ബീറ്റ ഗാലക്ടോസിഡേസ് എന്താക്കി മാറ്റും? ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഈ ലാക്ടോസിനെ മുറിച്ച് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റും, ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റും. ഇതാണ് ഇൻ പ്രസൻസ് ഓഫ് ലാക്ടോസിൽ സംഭവിക്കുക. കണ്ടോ, ഇൻ പ്രസൻസ് ഓഫ് ലാക്ടോസ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു, ട്രാൻസ്ലേഷൻ നടക്കുന്നു, റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവുന്നു. ബട്ട് റിപ്രസറിലേക്ക് അല്ലോ ലാക്ടോസ് കണ്ടോ, ഇവിടെ ലാക്ടോസ് കൺവെർട്ട് ചെയ്തിട്ടുണ്ടായ അല്ലോ ലാക്ടോസ് ബൈൻഡ് ചെയ്യുന്നു. ആ റിപ്രസറിന് ഇവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്ററിലേക്ക് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. അല്ലോ ലാക്ടോസ് റിപ്രസറിൽ ബൈൻഡ് ചെയ്തു. ഈ കണ്ടീഷനിൽ റിപ്രസർ കനോട്ട് ബൈൻഡ് ഓൺ ടു ഓപ്പറേറ്റർ. അതാണ് നമ്മൾ ഇൻഡു കാണിച്ചേക്കുന്നത്. ഈ അല്ലോ ലാക്ടോസ് ബൈൻഡ് ചെയ്ത റിപ്രസറിന് എവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ട് പോളിമറൈസിനെ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യാം ആൻഡ് ക്യാരി ഓൺ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ZYA, ബീറ്റ ഗാലക്ടോസിഡേസ്, അതുപോലെ ലാക് പെർമിയേസ് ആൻഡ് ട്രാൻസസറ്റൈലേസ്. 2 കണ്ടീഷനും. ലാക്ടോസ് ഇല്ലാത്ത കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കി, ലാക്ടോസ് ഉള്ള കണ്ടീഷനും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇനി ആ സ്ട്രക്ചറൽ ജീൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. സ്ട്രക്ചറൽ ജീൻസ് ആരൊക്കെയാണ്? ലാക് ഇസഡ് ബീറ്റ ഗാലക്ടോസിഡേസ്, കാറ്റബോളിസം ഓഫ് ലാക്ടോസ്, അല്ലെ? ലാക്ടോസിന്റെ ബീറ്റ 1,4 ലിങ്കേജ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റുന്ന ഒന്നാമത്തെ എൻസൈം. രണ്ടാമത്തെ ആളാണ് ലാക് വൈ, ലാക് പെർമിയേസ്, അല്ലെ? ആരാണോ മീഡിയത്തിൽ നിന്ന് ലാക്ടോസിനെ സെല്ലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെ? മുറിക്കണമെങ്കിൽ കൊണ്ടുവരണം, ആ കൊണ്ടുവരുന്ന ആളാണ് പെർമിയേസ്. ട്രാൻസ്പോർട്ട് ലാക്ടോസ് ഇൻടു ദ സെൽ. Then lac A, transacetylase ആണ്. Function is unknown, but probably it will detoxify the cell എന്ന് പഠിച്ചാൽ മതി, അത് ചോദിക്കാറില്ല.
അടുത്തതാണ് കാറ്റബോളൈറ്റ്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലാക്ടോസിന്റെ ആബ്സെൻസിൽ റിപ്രസർ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുകയും RNA പോളിമറൈസിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബട്ട് ഇൻ പ്രസൻസ് ഓഫ് ലാക്ടോസ് ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ലാക്ടോസ് വിൽ ബൈൻഡ് ഓൺ ടു റിപ്രസർ. റിപ്രസർ കനോട്ട് ബൈൻഡ് ഓൺ ടു ഓപ്പറേറ്റർ. എന്നിട്ടോ ദാറ്റ് വിൽ ആസ് എ റിസൾട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു, ട്രാൻസ്ലേഷൻ നടക്കുന്നു, എൻസൈംസ് ഉണ്ടാകുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് സെക്കൻഡ് കൺസെപ്റ്റ് ഇതാണ്. ഫസ്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ചെയ്യണമെങ്കിൽ ഈ കൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ആൻഡ് സെക്കൻഡ് കൺസെപ്റ്റ് ഈസ് കാറ്റബോളൈറ്റ് റിപ്രഷൻ. എന്താണ് കാറ്റബോളൈറ്റ് റിപ്രഷൻ? ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഇത്രയും പണിയെടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഉദാഹരണം, നമുക്ക് ചോറും ഉണ്ട്, അരിയുണ്ട് അല്ലെ. അപ്പൊ ചോറുള്ള സ്ഥിതിക്ക് നമ്മൾ അരി വെച്ച് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ലാക്ടോസും ഉണ്ട്, ഗ്ലൂക്കോസും ഉണ്ട്. ഗ്ലൂക്കോസ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് മീഡിയത്തിൽ നിന്ന് അവർക്കത് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. ലാക്ടോസിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഈ ജീനൊക്കെ ആക്റ്റീവ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസ് ഉപയോഗിക്കാം. സോ ഗ്ലൂക്കോസ് മീഡിയത്തിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ദാറ്റ് ഈസ് കാറ്റബോളൈറ്റ് റിപ്രഷൻ. ഇൻ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ലാക്കോപ്രോൺ എന്താവും? സ്റ്റോപ്പ് ആവും, ഇൻഹിബിറ്റഡ് ആവും, അവിടെ വർക്കിംഗ് നടക്കില്ല. ഇതാണ് കാറ്റബോളൈറ്റ് റിപ്രഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഗ്ലൂക്കോസ് ആണ് അവരുടെ പ്രൈമറി ഫ്യൂവൽ, പ്രിഫറബിൾ ആയിട്ടുള്ള എന്താണ് ഫ്യൂവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഗ്ലൂക്കോസ് ആണ്. പക്ഷേ ഗ്ലൂക്കോസ് ഇല്ലാത്തപ്പോൾ മാത്രമേ ലാക്ടോസിനെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഗ്ലൂക്കോസും ലാക്ടോസും രണ്ടും ഉണ്ടെങ്കിലും അല്ലെ, ലാക്ടോസ് ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, ആ കണ്ടീഷനിൽ എപ്പോഴും ഗ്ലൂക്കോസിനെ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പൊ യൂസ് ഗ്ലൂക്കോസ് ഫസ്റ്റ്. അത് തീർന്നാൽ മാത്രമേ അവർ എന്ത് ചെയ്യൂ? ലാക്ടോസിനെ എടുക്കുകയുള്ളൂ. അപ്പൊ ഗ്ലൂക്കോസിന്റെ പ്രസൻസിൽ ലാക്കോപ്രോൺ ഇൻഹിബിറ്റഡ് ആകുന്ന ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാറ്റബോളൈറ്റ് റിപ്രഷൻ എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ഗ്ലൂക്കോസ് വിൽ ഇൻഹിബിറ്റ് ലാക്കോപ്രോൺ. ഈ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്നും കാണാണ്ട് പഠിക്കണ്ട, മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ സെൽ മെംബ്രെയിൻ നിങ്ങൾക്ക് കാണാം അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചാനൽ കാണാം അല്ലെ. ഒരു ട്രാൻസ്പോർട്ടറാണ്, ഒരു ഫോസ്ഫോ ട്രാൻസ്ഫറൈസ് സിസ്റ്റം ആണ് സെല്ലിനകത്തുള്ളത്. എപ്പോഴും ഗ്ലൂക്കോസ് കോശത്തിനകത്തേക്ക് കയറുന്നത്. കാരണം നമുക്കറിയാം ഒരു കോശത്തിൽ ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ പെർമീസ് പോലെ ട്രാൻസ്പോർട്ടറുകൾ ഉണ്ട് അല്ലെ. ഗ്ലൂക്കോസ് വെച്ച് പല സൈക്കിളുകളും നടക്കും. അപ്പൊ ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് കയറുന്നു. ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഗ്ലൂക്കോസിന് ഒരു ഫോസ്ഫോറിലേഷൻ കിട്ടും. സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോസ്ഫോറിലേഷൻ കിട്ടും. അപ്പൊ ഈ ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്നത് പല പല ആൾക്കാരാണ്. നോക്കിയേ, പൈരുവേറ്റ് കണ്ടോ, PEP. ഇപ്പൊ PEP എന്ന് പറഞ്ഞാൽ ഫോസ്ഫോയിനോൾ പൈരുവേറ്റ്. അത് പൈരുവേറ്റ് ആയിട്ട് മാറും. അപ്പൊ ഒരു ഫോസ്ഫേറ്റിനെ E1 കൊടുക്കും. കണ്ടോ, E1 ഒരു ഫോസ്ഫേറ്റ് കിട്ടി. E1 അത് HPR കൊടുക്കും, ഒരു ഫോസ്ഫേറ്റ് അവിടെ കിട്ടി. HPR E2A കൊടുക്കും. E2A ഒരു ഫോസ്ഫേറ്റ് കിട്ടി. E2A എന്ത് ചെയ്യും? അത് E2B കൊടുക്കും. E2B അതിനെ ഗ്ലൂക്കോസിന് കൊടുക്കും. അങ്ങനെ ഒരു ഫോസ്ഫോ ട്രാൻസ്ഫറൈസ് സിസ്റ്റം. ഒന്നുമില്ല, ഗ്ലൂക്കോസ് കോശത്തിനകത്തേക്ക് വരുമ്പോൾ അവർക്കൊരു ഫോസ്ഫോ റിലേഷൻ കിട്ടും. ഈ പ്രോട്ടീൻ ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ നമുക്കിവിടെ കാണാം ലാക്ടോസ് ഇവിടെ ഉണ്ട് അല്ലെ. ലാക്ടോസ് ഉള്ള കണ്ടീഷനാണ്, പക്ഷെ ഗ്ലൂക്കോസ് ഇവിടെ ആബ്സെന്റ് ആണ്. ഇതാണ് ഈ ഫിഗറിലെ കണ്ടീഷൻ. അപ്പൊ ഇവിടെ ലാക്ടോസ് ഇതാ ഉള്ളിലേക്ക് കയറുന്നു. ലാക്ടോസ് ഉള്ളിലേക്ക് കയറി, ഗ്ലൂക്കോസ് ഇവിടെ ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഫോസ്ഫോ ട്രാൻസ്ഫറൈസ് സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നോക്കിക്കേ, PEP ഇവിടെ നിന്ന് ഇങ്ങനെ ഫോസ്ഫേറ്റ് വരുന്നുണ്ട്. E2A കൊടുത്തു, E3B കൊടുത്തു. കണ്ടോ, ഈ ഫിഗറിൽ നോക്കിയ ഗ്ലൂക്കോസ് ഇവിടെ ഉണ്ട്. ഗ്ലൂക്കോസിന് ആ ഫോസ്ഫോറിലേഷൻ കൊടുത്തു. ഇതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അങ്ങനെ ഒരു ഗ്ലൂക്കോസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാം അല്ലെ. ഫോർ എക്സാമ്പിൾ ഈ ഏരിയയിൽ കാണിച്ചേക്കുന്നത് ഗ്ലൂക്കോസ് ആബ്സെന്റ് ആണ്. ഇവിടെ ലാക്ടോസ് മാത്രം പ്രസന്റ് ഉള്ളൂ. ഓക്കെ, ഒന്നുകൂടെ. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ ലാക്ടോസ് പ്രസന്റ് ആണ്, ബട്ട് ഗ്ലൂക്കോസ് ആബ്സെന്റ് ആണ്. അപ്പൊ E2A വരെ വന്നു. കണ്ടോ, E2A വരെ വന്നു. E2A ആർക്ക് കൊടുക്കണം? E3B കൊടുക്കണം. അതിനുശേഷം അത് ഗ്ലൂക്കോസിന് വരണം. ഗ്ലൂക്കോസ് ഇല്ലാത്ത കണ്ടീഷനിൽ ഈ ഫോസ്ഫോറിലേഷൻ കൊടുക്കാൻ ആരില്ല? ഗ്ലൂക്കോസ് ഇല്ല. അപ്പൊ E2A എന്ത് ചെയ്യുന്നറിയോ? E2A പോയിട്ട് ഇതാ AC എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അഡിനൈലൈൽ സൈക്ലേസ്. ഈ ഒരു എൻസൈമിന് ഈ ഫോസ്ഫോറിലേഷനെ കൊടുക്കുന്നു. അഡിനൈലൈൽ സൈക്ലേസ് എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്യുക?
സൈക്ലിക് AMB ഉണ്ടാക്കും. സൈക്ലിക് AMB ഉണ്ടാക്കും. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ലാക്ടോസ് ഉള്ളിലേക്ക് കയറാം. അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഗ്ലൂക്കോസ് ഇല്ലാത്തപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഫോസ്ഫോ ട്രാൻസ്ഫറേസ് സിസ്റ്റത്തിലെ E2A കമ്പോണന്റ് പോയിട്ട് അഡിനൈൽ സൈക്ലേസിന് ഫോസ്ഫോറിലേഷൻ കൊടുക്കുകയും അത് ആക്റ്റീവായിട്ട് എന്തുണ്ടാവും? ഈ പറയുന്ന സൈക്ലിക് AMB ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ when glucose is present, glucose phosphorylated. When glucose is absent, E2A transfer phosphate to adenylyl cyclase and synthesize cyclic AMB. ഈ cyclic AMB എന്ത് ചെയ്യും? cyclic AMB bind to a protein called CAP or CRP. ഒരു ആക്ടിവേറ്റഡ് പ്രോട്ടീൻ ആണ് രണ്ടും. CAP or രണ്ടും ഒരാളാണ്. CAP or CRPയിൽ പോയിട്ട് ഈ cyclic AMB ബൈൻഡ് ചെയ്യും. അപ്പൊ ഇതെന്തായിട്ട് മാറി? സൈക്ലിക് AMB CRP or CAP കോംപ്ലക്സ് ആയിട്ട് മാറി. ഇതൊരു കീ ആയിട്ട് ആക്ട് ചെയ്യും. ഈ സൈക്ലിക് AMBയും CRPയും കൂടെ ചേർന്ന് ഒരു പെട്ടിയുടെ കീ പോലെ ആക്ട് ചെയ്യും. കണ്ടോ? ദിസ് ഇസ് എ സെക്കൻഡ് കീ ഫോർ ഓപ്രോൺ. മനസ്സിലാവുന്നുണ്ടോ? ഇതും കൂടെ വന്നാലേ കൃത്യമായിട്ട് അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പൊ പോളിമറൈസ് ബൈൻഡ് ചെയ്യണം. ഇഫ് ഓപ്രോൺ ഈസ് ദയർ, ഇഫ് ഓപ്പറേറ്ററിൽ റിപ്രസർ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. ഒന്ന് ഇതും കൂടെ വരണം അല്ലെ. ഒന്ന് ആ റിപ്രസർ അവിടെ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ കേസിൽ ഈ കീയും കൂടെ വേണം. അതായത് ഗ്ലൂക്കോസ് ഇല്ലാത്ത അവസ്ഥ, അഡിനൈൽ സൈക്ലേസ് ആക്റ്റീവ് ആയിട്ട് അവിടെ സൈക്ലിക് AMB ഉണ്ടാവണം. സൈക്ലിക് AMB CAPയിൽ അല്ലെങ്കിൽ CRPയുമായി ചേർന്ന് അല്ലെ അവിടെ ഒരു CRP, സൈക്ലിക് AMB CRP ഓർ ക്യാപ് കോംപ്ലക്സ് അവിടെ ഉണ്ടാവണം. ദിസ് ഇസ് സെക്കൻഡ് കീ ഫോർ ദ ഓപ്രോൺ അല്ലെങ്കിൽ ലാക് ഓപ്രോൺ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ പറയുന്ന ഓപ്പറേറ്ററിന്റെ മുമ്പ് ഈ പ്രൊമോട്ടർ ആണ്. പ്രൊമോട്ടറിന്റെയും മുമ്പ് ഒരു സൈറ്റ് ഉണ്ട്, ക്യാപ് സൈറ്റ്. അവിടെ പോയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ബൈൻഡ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഇന്ററാക്ട് വിത്ത് ആൽഫ C ടെർമിനൽ ഡൊമൈൻ ഓഫ് പോളിമറൈസ്. കണ്ടോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോളിമറൈസ് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്നു, ബീറ്റാ ഗാലക്ടോസിഡേസ് ഉണ്ടാവുന്നു, ഇതൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ അങ്ങനെ നടക്കണമെങ്കിൽ ഈ അഡിനൈൽ സൈക്ലേസ് ഉണ്ടാക്കുന്ന CRP സൈക്ലിക് AMB കോംപ്ലക്സ് ഉണ്ടല്ലോ, ഈ കോംപ്ലക്സ് CRP CAMB കോംപ്ലക്സ് പോയിട്ട് നമ്മുടെ പോളിമറൈസുമായിട്ട് ബൈൻഡ് ചെയ്യണം. then only transcription can happen. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് തന്നെയാണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഫിഗറിൽ നോക്കുക, ഇവിടെ എന്താ സംഭവിക്കുക? ലാക്ടോസ് ഉണ്ട്, ലാക്ടോസ് റിപ്രസറിൽ ബൈൻഡ് ചെയ്യുന്നു. സോ ഇറ്റ് കനോട്ട് ബൈൻഡ് ഓൺ ടു ഓപ്പറേറ്റർ. ഫസ്റ്റ് കണ്ടീഷൻ. അടുത്തത് നോക്കിക്കേ, സൈക്ലിക് AMB ഉണ്ടായി ബിക്കോസ് ഗ്ലൂക്കോസ് ഈസ് ആബ്സെന്റ്. ഫോസ്ഫോറിലേഷൻ കിട്ടുന്നു അഡിനൈൽ സൈക്ലേസിന്. അഡിനൈൽ സൈക്ലേസ് ആക്റ്റീവ് ആകുന്നു, സൈക്ലിക് AMB ഉണ്ടാകുന്നു. ഇറ്റ് വിൽ ബൈൻഡ് ഓൺ ടു ക്യാപ് അല്ലെ, ക്യാപ് ആൻഡ് CAMB കോംപ്ലക്സ് ബൈൻഡ് ഓൺ ടു സൈറ്റ് ഓൺ DNA ബിഫോർ പ്രൊമോട്ടർ. ഓക്കെ, then it will interact with the polymerase, then transcription അല്ലെ, ട്രാൻസ്ക്രിപ്ഷൻ occur. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? ബീറ്റാ ഗാലക്ടോസിഡേസ് ഉണ്ടാവും, പെർമിയേസ് ഉണ്ടാവും, ട്രാൻസസറ്റൈലേസ് ഉണ്ടാവും. എന്നിട്ടോ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റും. ഗ്ലൂക്കോസ് ഹൈ ആയിരിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം? അവിടെ സൈക്ലിക് AMB ഉണ്ടാവില്ല. സൈക്ലിക് AMBയുടെ ലെവല് വളരെ കുറവായിരിക്കും അല്ലെ, ക്യാപ്പ് മാത്രമായിരിക്കും. ആ ഒരു കോംപ്ലക്സ് അവിടെ ഉണ്ടാവുന്നില്ല. അറ്റ് ദ സെയിം ടൈം റിപ്രസർ ഓപ്പറേറ്ററിൽ ബൈൻഡഡ് ആയിരിക്കും. അപ്പൊ പോളിമറൈസിന് അവിടെ ബൈൻഡ് ചെയ്യാനോ മുമ്പോട്ട് പോയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടത്താനോ സാധിക്കില്ല. അപ്പൊ ഇത്രയുമാണ് ലാക് ഓപ്രോൺ. രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഫസ്റ്റ് വൺ ഈസ് നോർമൽ റെഗുലേഷൻ, സെക്കൻഡ് വൺ ഈസ് കാറ്റബോളൈറ്റ് റിപ്രഷൻ. ഇതെന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിച്ചാൽ അല്ലെ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പോ റീസൺ അസേഷൻ ടൈപ്പോ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലാവും അല്ലെ, ഈ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മോളിക്കുലർ ബയോളജിയും സെല്ലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഏതൊരു എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മോൾ ബയോ സെൽ ബയോ ഒക്കെ ധാരാളമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ലാക് ഓപ്രോൺ പോലെയുള്ള കൺസെപ്റ്റുകൾ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഇതൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ JSOന്റെ എക്സാം സ്ലോട്ട് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലെ. ഒക്ടോബർ ഡിസംബർ ആണ്. അപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരാണ് സിലബസ് വന്നിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം എന്ന് പറയുന്നത്.
അപ്പം അങ്ങനെ ഇരുന്നാൽ നമുക്ക് ഒരിക്കലും ഇത്രയും വലിയൊരു സിലബസ് കവർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം സമയം കളയാതെ ഇപ്പം തന്നെ പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുമ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമി ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രത്യേകത കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനുകളോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിൻ്റെ ഒപ്പം തന്നെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ലൈവ് ക്ലാസ് നമുക്ക് എല്ലാവരും തിരക്കാണ്, വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, പഠിക്കുന്ന ആളുകളുണ്ടാവും. എല്ലാ ക്ലാസ്സിലും നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഏതെങ്കിലും ക്ലാസ് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ആ റെക്കോർഡഡ് ക്ലാസ് നമുക്ക് കേട്ട് അല്ലെ നമുക്കതൊരു പോരായ്മയായിട്ട് വരാത്ത രീതിയിൽ നമുക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതിൻ്റെ ഒപ്പം തന്നെ വളരെ പ്രധാനമായിട്ട് PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മോക്ക് എക്സാമുകൾ അല്ലെ. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പിലേക്ക് എത്താൻ സാധിക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മോക്ക് പ്ലസ് റിവിഷൻ എക്സാമുകൾ, മോക്ക് എക്സാമുകൾ, വീക്ക്ലി എക്സാമുകൾ, ഇത്തരത്തിലുള്ള എക്സാമുകളൊക്കെ നമ്മുടെ പാക്കിൽ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ എക്സാം വരെയുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മുടെ ഒരു പാക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ടും ഉണ്ടാവും. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു.